ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ബി കൂൾ വിത്ത് പൊന്നു. എന്നൊരു അടിപൊളി ചിക്കൻ റെസിപ്പിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കുക. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ ഞാനിവിടെ 1/2 കിലോ ചിക്കൻ നല്ല പോലെ കഴുകി ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ വിനീഗറിന് പകരം ലൈം ജ്യൂസ് എടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഞാനിതിവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കുന്നില്ല. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പാന് വെച്ച് പാനൊന്ന് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മസാലപ്പൊടികളൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. പാനിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, പിന്നെ 1.5 ടീസ്പൂൺ ചിക്കൻ മസാല, ഇതെല്ലാം കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിലിട്ടാൽ നമ്മൾ ഈ ഒരു മസാലപ്പൊടികൾ കരിഞ്ഞു പോവും. ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് റെഡിയാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാന് വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകുമ്പോൾ 2 സവാളയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. 2 സവാള ഇതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇനി അതിലേക്ക് ഇതൊന്ന് വഴണ്ട് വരാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴണ്ട് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന മസാലപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് എണ്ണയിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണ്ട, കാരണം ഇത് നമ്മൾ ഓൾറെഡി റോസ്റ്റ് ചെയ്ത് വെച്ചതാണ്. അതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് 2 തക്കാളിയാണ്. ഇത് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ്. വെള്ളം ചേർക്കാതെയാണ് ഇതൊന്ന് അടിച്ചെടുത്തിട്ടുള്ളത്. ഇതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഈ ഒരു തക്കാളിയുടെയൊക്കെ ഒരു പച്ചച്ചുവൊക്കെ ഒന്ന് മാറുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അങ്ങനെ ഇതിവിടെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ. ഇനി അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു ചിക്കൻ ഈ മസാലയിൽ നല്ല പോലെ തന്നെ ഒന്ന് കോട്ടായി കിട്ടണം. അതുവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. വെള്ളം ഒഴിക്കാതെയാണ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ ഇതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം. ഈ ഒരു ചിക്കനിലുള്ള വെള്ളമാണ് ഈ ഇറങ്ങി വന്നിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ചിക്കന് വെള്ളം ചേർക്കാതെയാണ് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സമയത്ത് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് പൊറോട്ട, നെയ്ച്ചോറ്, പത്തിരി എന്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.